ആൻഡ് സെബാസ്റ്റ്യൻ, ഇവിടെ ഇപ്പോൾ വനിതാ സംവരണ ബിൽ എത്രയോ പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പ് അതിനു വേണ്ടിയുണ്ട്. പല ഘട്ടങ്ങളിലും അത് കൊണ്ടുവരികയും പാസ്സാക്കാൻ പറ്റാതെ പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തതാണ്. 2023 അത് പാസ്സാക്കുമ്പോൾ ഉടൻ പാസ്സാക്കണം, ഈ 2024 തെരഞ്ഞെടുപ്പിൽ തന്നെ നടപ്പാക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്ന പാർട്ടികളാണ് ഇപ്പോൾ അതിനെ ഒറ്റക്കെട്ടായി എതിർക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് നൽകുന്ന സന്ദേശം തീർത്തും നെഗറ്റീവായി മാറില്ലേ? ഇതിൽ ചർച്ചകൾ ഉണ്ടാകണം, ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം എന്നതാണ് വേണ്ടത്. അതിന് സഭയിൽ അതിൻ്റെ ഭാഗമായി അവിടെ കാര്യങ്ങൾ വ്യക്തമാക്കുക എന്നതായിരുന്നില്ലേ വേണ്ടിയിരുന്നത്? ഇത് ബില്ല് ചർച്ചയ്ക്കെടുക്കുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾ എതിർക്കും എന്ന ഒരു സ്റ്റാൻഡുമായി അവിടേക്ക് പോകുന്നത് തെറ്റായ സന്ദേശം നൽകില്ലേ? ഇവിടെ വനിതാ സംവരണം കൊണ്ടുവരണം, വുമൺ റിസർവേഷൻ ബില്ലിനു വേണ്ടി ഏറ്റവും കൂടുതൽ ശബ്ദിച്ചത്, അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ മുന്നൊരുക്കങ്ങൾ എടുത്തത്, രാഷ്ട്രീയം സംസാരിച്ചത്, ഇപ്പോൾ പ്രതിപക്ഷത്ത് നിൽക്കുന്നവർ ഭരണപക്ഷത്തുള്ളപ്പോഴും അല്ലെങ്കിൽ അവർ പ്രതിപക്ഷത്ത് വന്നപ്പോൾ സോണിയാഗാന്ധി ഉൾപ്പെടെ, ബൃന്ദാ കാരാട്ട് ഉൾപ്പെടെയുള്ളവര് എത്രയോ ആത്മാർത്ഥമായിട്ടാണ് വുമൺ റിസർവേഷൻ ബില്ലിന് വേണ്ടി പോരാടിയത് എന്ന് നമുക്കറിയാം. അതുപോലെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലായാലും 50% വനിതകൾ സംവരണം കൊണ്ടുവരാൻ ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്തത് ആരാന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടിയുടെയോ ഇന്ത്യ മുന്നണിയുടെയോ ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിന്റെയോ വനിതാ സംവരണ ബില്ലിനോടുള്ള ആത്മാർത്ഥതയെ ദയവ് ചെയ്ത് ഈ ചർച്ചയിൽ നമ്മൾ സംശയിക്കേണ്ട ഒരു കാര്യമല്ല. അതിലൊന്നും ആർക്കും തർക്കമില്ല. അത് ഒറ്റക്കെട്ടായി കൊണ്ടുവരണമെന്നും സമൂഹത്തിൽ ഇപ്പോഴും വലിയ പോപ്പുലേഷൻ ഉള്ള, വലിയ റേഷ്യോ ഉള്ള വനിതകള് രാഷ്ട്രീയ രംഗത്തേക്ക് വരാൻ റിസർവേഷന്റെ ഒരു കൈത്താങ് നമ്മളുടെ രാജ്യത്തെ സാഹചര്യത്തിൽ ആവശ്യമാണെന്നും ആർക്കും ഇവിടെ തർക്കമില്ല. പക്ഷേ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് സംഘപരിവാർ ശക്തികൾ കൊണ്ടുവരാൻ നോക്കുന്ന ഡീലിമിറ്റേഷൻ പോലെയുള്ള ദക്ഷിണേന്ത്യ മേഖലയെ അവോയ്ഡ് ചെയ്യുന്ന, ദക്ഷിണേന്ത്യ മേഖലയുടെ രാഷ്ട്രീയ പ്രാധാന്യം ഇല്ലാതാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് നമ്മൾ ഇവിടെ രാഷ്ട്രീയപരമായി തന്നെ എതിർക്കുന്നത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഹിന്ദി ഹൃദയഭൂമി തീരുമാനിക്കുന്ന പോലെ ഇന്ത്യയിലെ നയങ്ങളും ഇന്ത്യയിലെ നിയമങ്ങളും പാസ്സാകുന്ന അവസ്ഥ വരാണെങ്കിൽ പിന്നെ എന്താണ് ഈ ഫെഡറലിസത്തിന്റെ വാല്യൂ എന്ന് നമ്മൾ പറയുന്നത്? ഇവിടെ ഇതിന്റെ തുടക്കം മുതലേ നമുക്ക് പതിറ്റാണ്ടുകളായി പല സർക്കാരുകൾ പറയുന്നത് ജനസംഖ്യ നിയന്ത്രിക്കണം. നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിന് ജനസംഖ്യ നിയന്ത്രിക്കുന്നതാണ് നല്ലത്, അതാണ് ഉചിതം, അതിനുവേണ്ടിയുള്ള മാനദണ്ഡങ്ങൾ ഇത് ഇതൊരു പരിധി വരെ പാലിക്കാൻ ശ്രമിച്ചവരാണ് ദക്ഷിണേന്ത്യയിലെ മനുഷ്യര്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങള് ജനസംഖ്യ കുറയ്ക്കണം, ജനസംഖ്യ നിയന്ത്രിക്കണം എന്നുള്ള കേന്ദ്ര ഗവൺമെന്റുകൾ, മാറി മാറി വന്ന കേന്ദ്ര ഗവൺമെന്റുകളുടെ നിർദ്ദേശം പാലിച്ചിട്ട് എന്താണ് അവർക്ക് കിട്ടിയത്? GSTയുടെ വിഹിതം, അതുപോലെ മറ്റ് നയങ്ങള്, മറ്റ് നീതി ആയോഗ് പദ്ധതികളുടെ സാമ്പത്തികമായിട്ടുള്ള വിഹിതമെല്ലാം ജനസംഖ്യ കുറവാണ് എന്നുള്ള കാരണം കൊണ്ട് അവർക്ക് കുറവാണ് ലഭിക്കുന്നത്. നമ്മുടെ GST വിഹിതം, സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളുടെ GST വിഹിതമെല്ലാം നിങ്ങൾക്ക് ജനസംഖ്യ കുറവായതുകൊണ്ട് പല സാമ്പത്തിക സപ്പോർട്ടുകൾ, പല പ്രോഗ്രാം, കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികളുടെ സപ്പോർട്ടുകൾ എല്ലാം കുറവാണ് കിട്ടണേ. ഇനിയിപ്പോ ഈ പറയുന്ന ഡീലിമിറ്റേഷൻ വരാണെങ്കിൽ ഇവിടെ നിന്നുള്ള MP-മാരുടെ, ഇവിടെ നിന്നുള്ള ജനപ്രതിനിധികളുടെ ശബ്ദമില്ലെങ്കിലും ഏത് നിയമവും ഇന്ത്യയിൽ പാസ്സാക്കാൻ പറ്റുന്ന അവസ്ഥ വരുമ്പോ എന്ന് പറയുമ്പോൾ അത് ഫെഡറലിസത്തിനെതിരാണ്. നമ്മളെല്ലാവരും ജനാധിപത്യമായിട്ട് തന്നെ അതിനെതിരെ നമ്മൾ ശബ്ദിക്കേണ്ടതാണ്. ഇവിടെ നിങ്ങൾ സംസാരിക്കുന്ന ഭാഷ ഇപ്പോഴും ശ്രീമതി കനിമൊഴി ഉൾപ്പെടെയുള്ള MP-മാര് സൗത്ത് ഇന്ത്യൻ ഭാഷകൾക്ക് വേണ്ടി ഇന്ത്യൻ പാർലമെന്റിനകത്ത് പോരാടേണ്ട അവസ്ഥയല്ലേ? സൗത്ത് ഇന്ത്യൻ ഭാഷകൾക്ക് ആത്മാഭിമാനത്തോടെ തലയുയർത്തി പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടി ഇപ്പോഴും ഫെഡറലിസത്തെ കുറിച്ച് വാഴ്ത്തിപ്പാടുന്ന ഒരു രാജ്യത്ത് സംസാരിക്കേണ്ട, അല്ലെങ്കിൽ അതിനുവേണ്ടി പോരാട്ടം നയിക്കേണ്ട ഒരു ഗതികേടാണ് ഇപ്പോഴുള്ളത്. അപ്പൊ ഈ ഡീലിമിറ്റേഷൻ വന്നു കഴിഞ്ഞാൽ, ഇത്രമാത്രം ജനപ്രതിനിധികളുടെ ജനസംഖ്യ അനുസരിച്ച് ജനപ്രതിനിധികളുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ കുറച്ചുകൂടിയും എനിക്ക് തോന്നുന്നു സംഘപരിവാറിനെതിരെ നിലപാടെടുക്കുന്ന, പൊളിറ്റിക്കലി കോൺഷ്യസ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ ആണ് സൗത്ത് ഇന്ത്യയിലുള്ളത്. അപ്പൊ അവര് എന്ത് ജനവിധി നൽകിയാലും, ഏത് രീതിയിലുള്ള ജനവിധി തെരഞ്ഞെടുപ്പിന് നൽകിയാലും അതൊന്നും ഇന്ത്യയുടെ ഭരണത്തെ ബാധിക്കാത്ത രീതിയിലേക്ക് ഇന്ത്യയുടെ ഭരണ സംവിധാനങ്ങളെ മാറ്റാനുള്ള ഡീലിമിറ്റേഷനെതിരെയാണ് പ്രതിപക്ഷ നേതാക്കൾ സംസാരിക്കുന്നത്. അല്ലാതെ ഒരിക്കലും അത് വനിതാ ബില്ലിനെതിരല്ല. ഒരു വനിത എന്ന രീതിയിൽ, രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരു വനിത എന്ന രീതിയിൽ വനിതാ ബില്ലിന്റെ പ്രാധാന്യവും അത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞങ്ങളും, നമ്മുടെ ചുറ്റുമുള്ള വനിതകൾ. പക്ഷേ പൗരത്വ നിയമം കൊണ്ടുവന്നപ്പോൾ ഇവർക്ക് ന്യായീകരണം ഉണ്ടായിരുന്നു. അതിർത്തിയിലെ സുരക്ഷ,
അല്ലെങ്കിൽ മറ്റ് രാജ്യസുരക്ഷ, ആ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞിട്ടാണ് ന്യൂനപക്ഷ വേട്ടയ്ക്ക് വേണ്ടി അവർ പൗരത്വ നിയമം കൊണ്ടുവരാൻ നോക്കിയത്. FCRA നിയമം ഇപ്പോൾ അവസാനമായിട്ട് FCRA നിയമം കൊണ്ടുവന്നപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ന്യായീകരണമുണ്ട്, അനധികൃതമായ വിദേശ ഫണ്ടുകൾ തടയാനാണെന്ന്. അപ്പൊ ഓരോ നിയമത്തിന്റെ ഗൂഢലക്ഷ്യങ്ങളെ മറയ്ക്കുന്നതിന് വേണ്ടി ഓരോ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞാണ് എപ്പോഴും അവർ ഓരോന്ന് അവതരിപ്പിക്കുക. അപ്പൊ ഇത് വനിതാ സംവരണം എന്ന് പറഞ്ഞിട്ട് ഡീലിമിറ്റേഷന്റെ അപകടങ്ങളെ ചർച്ച ചെയ്യാൻ പോലും സമ്മതിക്കാത്തത് ജനാധിപത്യ വിരുദ്ധമാണ്. അതിനെതിരെ ശക്തമായി നമ്മൾ അതിനെതിരെയാണ് പ്രതിഷേധം എന്നതാണ് സൂചിപ്പിക്കുന്നത്. അഡ്വക്കേറ്റ് ജയസൂര്യൻ, നോക്കൂ, ഈ ആശങ്കകൾ നേരത്തെ മുതൽ തന്നെ ഉയരുന്നതാണ്. ഈ ബില്ല് പാസ്സാക്കുമ്പോൾ എന്തിനാണ് ഈ വ്യവസ്ഥകൾ എന്ന ചോദ്യം വളരെ ശക്തമായി തന്നെ പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തിയതാണ്. ഇപ്പോൾ മറ്റൊരു സന്ദർഭത്തിൽ തിരക്ക് പിടിച്ചത് നടത്താനുള്ള നീക്കം നടത്തുമ്പോൾ അതിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടോ എന്ന സംശയം പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ചുണ്ടാകുന്നു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് എല്ലാ സംസ്ഥാനങ്ങൾക്കും അവരുടെ വിഹിതം കുറയും, അവരുടെ നിയമരൂപീകരണത്തിൽ രാഷ്ട്രീയ പ്രാതിനിധ്യത്തിലൊക്കെ അത് ബാധിക്കുമെന്ന വലിയ ആശങ്ക അവരെ സംബന്ധിച്ചുണ്ട്. അപ്പോൾ ഈ ആശങ്കകൾ അത് അഡ്രസ് ചെയ്യുക എന്നതായിരുന്നില്ലേ ഏറ്റവും ആദ്യം ചെയ്യേണ്ടിയിരുന്നത്? 50% വർധന എന്നത് ചൂണ്ടിക്കാട്ടിയിരുന്നു പല സോഴ്സുകളിൽ നിന്നും. അത്തരം നിർദ്ദേശങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു. പക്ഷേ ബില്ലിന്റെ കരട് വരുമ്പോൾ അത്തരം നിർദ്ദേശങ്ങൾ ബില്ലിൽ ഇല്ല എന്നത് വ്യക്തമാകുന്നു. അപ്പോൾ എന്തിനാണ് ഈ ദുരൂഹത സൃഷ്ടിക്കൽ? ആശങ്കകൾ പരിഹരിക്കപ്പെടുക എന്നതായിരുന്നില്ലേ ആദ്യം വേണ്ടിയിരുന്നത്? ഈ ആശങ്കകൾ എന്നൊക്കെ ഇപ്പോൾ പറയപ്പെടുന്നത് വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ ബോംബുകളാണ്, അല്ലാതെ ഒരാശങ്കയും അവിടെ ഇല്ല. ഇവർ ഈ ആശങ്കയുടെ ബോംബുകൾ ഇട്ടുകൊണ്ട് വളരെ പവിത്രമായിട്ടുള്ള ഒരു കാര്യത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ശ്രമിക്കുകയാണ്. 1996 ഈ സംവരണ ബില്ല് നമ്മുടെ പാർലമെന്റിൽ ചർച്ച ആരംഭിച്ചതാണ്. 1996 കഴിഞ്ഞിട്ട് ഇപ്പൊ 30 വർഷമായി. ഈ 30 വർഷത്തിനിടയ്ക്ക് ശ്രീമതി സോണിയാഗാന്ധി 20-23 വർഷക്കാലം കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടിരുന്നു. ആ കാലഘട്ടത്തിൽ ഈ രാജ്യത്ത് കോൺഗ്രസ് ഭരണം നടത്തി. അന്നൊന്നും തന്നെ ഈ സംവരണ ബില്ലിൽ തീരുമാനം എടുക്കാൻ പറ്റിയില്ല, നീട്ടിക്കൊണ്ടുപോവുകയാണ് ചെയ്തത്. അപ്പോൾ ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ, ഇപ്പോൾ കാണിക്കുന്ന ഈ ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ പണ്ടേ പാസ്സാക്കി പോകാമായിരുന്നു. മാത്രമല്ല 1971 ശേഷം ഇന്ന് വരെ ഏതാണ്ട് 55 വർഷക്കാലമായി നമ്മുടെ ജനസംഖ്യയിലുണ്ടായ മാറ്റം, ആ മാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ അരപതിറ്റാണ്ടും കഴിഞ്ഞിട്ടും നമുക്ക് ഈ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിയെ ബാധിക്കും. പിന്നെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ജനസംഖ്യയെ കുറിച്ചൊക്കെ പറയുന്നത്, അതാണ് ഞാൻ പറയുന്നത്, അത് വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ ബോംബാണ്. കാരണം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ 7 സംസ്ഥാനങ്ങളുണ്ട്. ആ 7 സംസ്ഥാനങ്ങളിൽ ജനസംഖ്യ തുലോം കുറവാണ്. പക്ഷെ ഇപ്പോൾ നോക്കൂ, എല്ലാ കാലഘട്ടങ്ങളിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന അലോട്ട്മെന്റ്, ബജറ്റ് അലോട്ട്മെന്റ്, മറ്റ് പദ്ധതികൾ, പ്രത്യേക പാക്കേജുകൾ, ഇതൊക്കെ അവിടുത്തെ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ നോക്കിയിട്ടല്ലല്ലോ. അതുപോലെ ജമ്മു കാശ്മീരിന് നമ്മൾ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ ജമ്മു കാശ്മീരിലെ ജനസംഖ്യ നോക്കിയിട്ടല്ല